അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നമ്മുടെ പള്ളികളിൽ സാധാരണ, പ്രത്യേകിച്ച് കേരളത്തിലെ സുന്നി പള്ളികളിൽ ഓതുന്ന നുബാത്തിയ ഖുതുബയുടെ മുഹറം മാസത്തിലെ 5-ാമത്തെ ഖുതുബയുടെ അർത്ഥവും ആശയവുമാണ്. സാധാരണ നമ്മുടെ സുന്നി പള്ളികളിലൊക്കെ ഈ ഖുതുബയാണ് ഓതുന്നെങ്കിലും ചിലയിടത്തെല്ലാം ഇപ്പോൾ പുതിയ കാലത്ത് നല്ല നല്ല പണ്ഡിതന്മാർ വന്നുകൊണ്ട് ഈ നുബാത്തിയ ഖുതുബ എന്ന ഖുതുബയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവർ സ്വന്തമായി അറബിയിൽ തന്നെ ഖുതുബ ഓതുന്ന സാഹചര്യവുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് ബാധകമല്ല. നുബാത്തിയ ഖുതുബ ഓതുന്ന പള്ളികളിൽ പോകുന്നവർ ഇമാമ് ഖുതുബ ഓതുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ ഒന്നല്പമെങ്കിലും മനസ്സിലാക്കി കൊള്ളട്ടെ എന്ന രീതിയിലാണ് ഈ മുഹറം മാസത്തിലെയും 5-ാമത്തെ നുബാത്തിയ ഖുതുബയുടെ ആശയം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഭൂമിയെ കാഴ്ചയിൽ വിരിപ്പ് പോലെ സൃഷ്ടിച്ച, മലകളെ ആണികളാക്കി ഉറപ്പിച്ച, അവയ്ക്ക് മീതെ ശക്തിയുള്ള 7 ആകാശങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആരാധനക്കർഹൻ ഏകനും പങ്കുകാരനില്ലാത്തവനുമായ അള്ളാഹു മാത്രമാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനും അടിമയുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. രാപ്പകലുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും കുടുംബത്തിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ. ജനങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നിങ്ങളോടും എന്നോടും ഞാൻ ഉപദേശിക്കുന്നു. പ്രബലമായ ചര്യകളിൽ നിങ്ങൾ നിലകൊള്ളുക. എല്ലായ്പ്പോഴും ഭക്തി പ്രകടിപ്പിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നിത്യമാക്കുക. ഭൗതിക ലോകത്തെ സൂക്ഷിക്കുക. അത് യാത്രക്കാരുടെ വിശ്രമ ഭവനമാണ്, സ്ഥിര താമസത്തിനുള്ളതല്ല. തെരഞ്ഞെടുക്കുന്നവന് ദുഃഖം പകരുന്ന വാസസ്ഥലമാണ്. പിന്തുടരുന്നവരിൽ പരീക്ഷണങ്ങളിൽ ചൊരിക്കപ്പെടുന്ന കേന്ദ്രമാണ്. സമീപിക്കുന്നവന് നാശങ്ങളുടെ ഗർത്തമാണ്. അതിനെ മനസ്സിലാക്കിയവർക്ക് ലാഭങ്ങൾ കൊയ്തെടുക്കാവുന്ന കച്ചവട സ്ഥലമാണ്. അതിനോട് വെറുപ്പ് പുലർത്തുന്നവന് വിജയ കേന്ദ്രമാണ്. അതിനെ വിശ്വസിച്ചവരിൽ വഞ്ചിക്കപ്പെടാത്തവർ ആരുണ്ട്? അതിനെ മഹത്വപ്പെടുത്തിയവരിൽ നിന്ദിക്കപ്പെടാത്തവർ ആരുണ്ട്? അതിൽ സ്ഥിര താമസമില്ല. നശിക്കൽ അനിവാര്യമാണ്. അതിനെ തേടുന്നവർ തടയപ്പെടും. അതിനെ പ്രാപിച്ചവൻ വിഷം നൽകപ്പെടും. നിങ്ങൾക്ക് മുമ്പ് നിരവധി സമുദായങ്ങളുടെ വ്യവസ്ഥകൾ അത് മാറ്റിമറിച്ചിട്ടുണ്ട്. പ്രതികാരത്തിൻ്റെ വാളുകൾ അവർക്കെതിരെ ഊരിയിട്ടുണ്ട്. മീസാൻ കല്ലുകൾക്ക് താഴെ അവരെ താമസിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കോട്ടകളിൽ പ്രവേശനം എളുപ്പമാക്കിയിട്ടുണ്ട്. അവരുടെ വീടുകളുടെ വിശാലത ആളൊഴിഞ്ഞതായിട്ടുണ്ട്. അവരുടെ അടയാളങ്ങൾ മനുഷ്യർക്ക് ഗുണപാഠമാണ്. അവരുടെ വാസസ്ഥലങ്ങൾ ശബ്ദമില്ലാതെ സംസാരിക്കുന്നവയാണ്, പരീക്ഷണങ്ങൾക്ക് വിധേയമാണ്, വർഷങ്ങളുടെ മാറ്റത്താൽ അപരിചിതമാക്കപ്പെട്ടവയാണ്, മരണത്തിൻ്റെ അടയാളങ്ങളെ ഓർമ്മപ്പെടുത്തുന്നവയാണ്. ശാന്തത അവരെ ആട്ടി ഓടിച്ചു. മരണങ്ങൾ വീടുകളിൽ നിന്നും അവരെ പുറത്തേക്കെടുത്തിട്ടു. രൂപങ്ങളാൽ അവർ അപ്രത്യക്ഷരാണ്, ഓർമ്മയിൽ നിലനിൽക്കുന്നവരാണ്. അവർ പ്രവർത്തിച്ചത് അവർക്ക് ബോധ്യമായി. അവർ മനസ്സിലാക്കി വെച്ചതിൽ അവർ നിലയുറപ്പിച്ചു. അവരുടെ പ്രവർത്തനങ്ങളിൽ അവർ ഖേദിച്ചു. അവർ ചെയ്തു കൂട്ടിയതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും അവർക്ക് നൽകപ്പെട്ടു. മരണം അനിവാര്യമായ സമൂഹമേ, നിങ്ങളുടെ സംരക്ഷകർ ഖബറുകളാണ്. ഖിയാമത്ത് നാൾ വരെ അതിൽ താമസിക്കേണ്ടി വരും. സ്വർഗം തടയപ്പെടും, എങ്കിൽ നരകമാണ് വിശ്രമ കേന്ദ്രം. നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഖബറിനെ കുറിച്ച് അശ്രദ്ധ കാണിക്കുന്നതിലൂടെ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? കുറ്റം സ്ഥിരപ്പെട്ട ശേഷം കഴിവ് പറഞ്ഞത് കൊണ്ട് എന്താണ് നേടാൻ കഴിയുക? വീഴ്ച വന്നതിൽ ഖേദം പ്രകടിപ്പിച്ച് നിങ്ങൾ വിരൽ കടിക്കുക തന്നെ ചെയ്യും. ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം നിങ്ങൾ തുറക്കുക തന്നെ ചെയ്യും. ചുണ്ടുകൾ തളരുന്ന, കരളുകൾക്ക് ദാഹം വരുന്ന, അവയവങ്ങൾ സംസാരിക്കുന്ന, വായകൾ സീലടിക്കപ്പെടുന്ന, കുറ്റവാളികൾ നെറ്റികളിലെ അടയാളങ്ങളാൽ തിരിച്ചറിയപ്പെടുന്ന, ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയാതെ വരുന്ന ആ ദിവസത്തിൽ വസ്തുതകൾ മനസ്സിലാക്കാൻ ആ ഗ്രന്ഥം തന്നെ ധാരാളമാണ്.
അന്ന് സർവ്വ കാര്യങ്ങളും അള്ളാഹുവിൽ അർപ്പിതമായിരിക്കും. രക്ഷയുടെ മാർഗങ്ങൾ കണ്ടെത്തി പിന്തുടരാനും നിഷ്കളങ്കതയാൽ ഹൃദയങ്ങൾ നിർഭരമാവാനും സർവശക്തൻ തുണക്കുമാറാകട്ടെ. ഇതാ രക്ഷിതാവായ അള്ളാഹു പറയുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യറൂ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ മക്കന്നാഹും ഫിൽ അർളി മാ ലൻ നുമക്കിൻ ലക്കും വഅർസൽനാ السماء عليهم مدرارا وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم وأنشينا من بعدهم قرنا آخرين. അവർ കണ്ടില്ലേ, അവരുടെ മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നുവെന്ന്. നിങ്ങൾക്ക് നാം ചെയ്തു തന്നിട്ടില്ലാത്ത സൗകര്യം ഭൂമിയിൽ അവർക്ക് നാം സൗകര്യപ്പെടുത്തി. ആകാശത്തെ മഴയെ അവരിൽ നാം സമൃദ്ധമായി അയക്കുകയും ചെയ്തു. അവരുടെ താഴ്ഭാഗത്തിലൂടെ നദികളെ നാം ഒഴുക്കുന്നതാക്കുകയും ചെയ്തു. എന്നിട്ട് അവരുടെ പാപങ്ങൾ കാരണം അവരെ നാം നശിപ്പിച്ചു. അവരുടെ ശേഷം വേറെ ഒരു തലമുറയെ നാം ഉണ്ടാക്കുകയും ചെയ്തു. സൂറത്തുൽ അൻആമിലെ ഈ 6-ാമത്തെ ആയത്തോടു കൂടെയാണ് ഈ ഖുത്ബ അവസാനിക്കുന്നത്. അള്ളാഹു നല്ലതിനെ നല്ലതായി മനസ്സിലാക്കിക്കൊണ്ട് നന്മയെ ഉപദേശിക്കാനും തിന്മയെ ചെറുക്കാനും നമുക്കേവർക്കും കഴിവ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.